തുടരും എന്ന ഒറ്റ ചിത്രം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയ ഒരു നെഗറ്റീവ് റോൾ ആണെങ്കിൽ പോലും നമ്മളെല്ലാവരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചർച്ച ചെയ്ത ഒരു പേരായിരുന്നു മിസ്റ്റർ പ്രകാശ് വർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയം അത്രത്തോളം നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. ഇതുവരെ കണ്ടുവന്നിട്ടുള്ള വില്ലൻ വേഷങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡയലോഗ് ഡെലിവറിയും അല്ലെങ്കിൽ ഒരു അഭിനയ മികവും കൊണ്ട് ചർച്ചയായിട്ടുള്ള ഒരു മികച്ച നടനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. മിസ്റ്റർ പ്രകാശ് വർമ്മയാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്. അപ്പോൾ അദ്ദേഹം ഒരു ആക്ടർ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും പരിചയമായി. കാരണം തുടരും അത്രയ്ക്കും വലിയൊരു ഹിറ്റായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, തുടരുകയാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്ന ആക്ടർ അല്ലെങ്കിൽ ഇത്രയും എല്ലാവരും പരസ്പരം ചോദിച്ചൊരു വിഷയമായിരുന്നു, ആരാ ഇദ്ദേഹം, ഇത്രയും നമ്മൾ ഒരു സിനിമയിലും കണ്ടിട്ടില്ല, ഇത്രയും ആരാ ഇത് എന്ന് നമ്മൾ ചോദിച്ച ഒരു എല്ലാവരും അന്വേഷിച്ചൊരു മനുഷ്യനായിരുന്നു. അന്വേഷിച്ച് വന്നപ്പോഴാണ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ആളൊരു ആഡ് ഫിലിം മേക്കറാണ്. അതെ, നമ്മൾ കണ്ട കുറെ ആടുകൾക്കിടയിൽ കൂടെയും ഒരു സിനിമാറ്റിക് ലെവലിൽ അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന തരത്തിൽ കുറെ ഇമോഷൻസ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള പല ആടുകളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതെല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഒരു വ്യക്തിയാണ്. നമ്മളെ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന നമ്മുടെ ആടുകൾ ഇപ്പൊ ഇല്ല. അതായത് നമ്മളെല്ലാവരും സിം അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരാടാണ് ഡോക്കോമോ ഹച്ച്. അപ്പോൾ ആ ആഡ് ചെയ്ത ഡയറക്ടറാണ്. അത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരുവിധം മനസ്സിലാവും. ഡോക്കോമോ അല്ലെങ്കിൽ ഹച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിൽ വരുന്നത് ബബ്ബു. അതെ, ആ പട്ടീനെ എന്നുള്ള പേര് ആർക്കും അറിഞ്ഞൂടാ, ആരും ആ പേര് പറയല്ല. ഹച്ചിലെ പട്ടി, ഹച്ച് ഡോഗ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോ ഒരു പരസ്യം കൊണ്ട് ഒരു ഡയറക്ടർ ഇത്രയും ഫേമസ് ആയോ എന്ന് ചോദിച്ചാൽ ടെക്നിക്കലി ഇല്ലല്ലോ, ആർക്കും അറിയില്ലായിരിക്കും. അതായത് പരസ്യം കാണുന്നവർ പരസ്യം കാണാറേ ഉള്ളൂ എന്നാണ് എനിക്ക് ചിന്തിക്കുക, എന്റെ ചിന്ത. അതായത് പരസ്യം ഇപ്പോ നമ്മളായാലും പരസ്യം കാണുമ്പോഴും പരസ്യം നല്ല പരസ്യം, ആ പരസ്യം കൊള്ളൂല, ആ പരസ്യം കൊള്ളാറുന്നല്ലേ. അല്ലാതെ ഇപ്പൊ നമ്മൾ സിനിമ കാണുമ്പോൾ അതിനകത്ത് ഡയറക്ടർ ആരാണ്, അത് ചെയ്തിരിക്കുന്നവരാണ്, അതിൽ ക്യാമറ ചെയ്തിരിക്കുന്നവരാണെന്ന് നമ്മൾ നോക്കാറുള്ള പോലെ ഒരു പരസ്യം കാണുമ്പോ ഒരു കാലഘട്ടം വരെ ആലോചിക്കും അറിയത്തില്ല. ടെക്നിക്കൽ ഫീൽഡിലുള്ള സിനിമയിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ചെയ്യുന്ന ആൾക്കാർ മേ ബി നോക്കിയിട്ടുണ്ടാവും. നമ്മളിപ്പോ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല ഡയറക്ടേഴ്സും പല നല്ല ഇപ്പൊ ഒരുപാട് ഹിറ്റായുള്ള ഫിലിം മേക്കേഴ്സും ആ ഡയറക്ടേഴ്സ് ആയിട്ടാണ് തുടങ്ങിയത്. അത് ആർക്കും ആക്ടേഴ്സ് പോലും ആർട്ട് ഫിലിംസിൽ ആക്ട് ചെയ്ത് വന്നവരുണ്ട്, പിന്നെ തിരിച്ചു പോയിട്ടുണ്ട്. വന്നല്ലോ വനമാല. അതെ, പലരും പക്ഷെ തിരിച്ചറിയുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ വനമാല പരസ്യത്തിലൊക്കെ അത് പണ്ടത്തെ കാണുമ്പോഴാണ് കാവ്യമോഹനും സിദ്ദിഖും കുഞ്ചാക്കോ ബോബനും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ ഈ ടെക്നിക്കലി നിൽക്കുമ്പോ അവരെ അറിയാനുള്ള ഒരു ഇത് കുറവാണ്. അങ്ങനെ അറിയപ്പെടാതെ പോയൊരു ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കം ഡയറക്ടറാണ് പ്രകാശ് വർമ്മ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെ എനിക്ക് തോന്നുന്നു ആക്ടിങ് ആയിരുന്നു. നടനാവണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറകില് അദ്ദേഹം നിന്നൊരു മനുഷ്യനാണ്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അതൊരു വിഷനാണ്. ഇപ്പോൾ അയാൾ അതേ ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ, വീട്ടിൽ നിന്ന് പല പ്രഷറുകൾ. ഇപ്പോൾ ആള് തന്നെ പല സ്വന്തം ഇന്റർവ്യൂസിൽ പറയുന്നുണ്ട്, ഞാനൊരു വീക്ക് സ്റ്റുഡൻ്റ് ആണ്, ഞാനൊരു അക്കാഡമിക്സിലൊന്നും അത്ര ഹൈ അല്ല. ബിക്കോസ് പുള്ളിയുടെ വിഷനും പുള്ളിയുടെ ആഗ്രഹങ്ങളും പുള്ളിയുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ആർട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളിലാണ്. ഫാമിലി സൈഡ്, അതായത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ രാജാ രവിവർമ്മ ഉൾപ്പെടെ പുള്ളിയുടെ ഫാമിലി ലൈനിലുണ്ട്. പ്ലസ് ജഗന്നാഥ വർമ്മ അറിയാലോ, അതും പുള്ളി ഫാമിലിയിലുള്ള ആളാണ്, നെഫ്യൂ ആണ് ആളുടെ. ഇപ്പൊ വീക്ക് സ്റ്റുഡന്റ് ആണ് എന്ന് സ്വയം പറയുന്ന ആൾ. അപ്പൊ ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ച് ഒരു ജോലി മേടിച്ചു കൊടുത്ത് ഒരു വരുമാനമാക്കി ഒരു ഇൻഡിപെൻഡന്റ് ആക്കി ചിന്തിക്കുകയുള്ളൂ. നാച്ചുറൽ, ക്വൈറ്റ് നാച്ചുറൽ, നമ്മുടെയൊക്കെ അങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്നുകൊണ്ട്, എന്നാൽ പുള്ളിയുടെ വിഷൻ തന്നെയായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം. പുള്ളി അതിൽ തന്നെ നിന്നുകൊണ്ട് പുള്ളിയുടെ ആഗ്രഹം എന്ത് ചെയ്യണം എന്ന് പുള്ളിക്ക് ആഗ്രഹം, എന്ത് ചെയ്താലേ വിജയിക്കുമെന്ന് പുള്ളിക്ക് തന്നെ അറിയാം. ഞാൻ ഇന്ന കാര്യം ചെയ്താലേ പുള്ളിയുടെ ഹാപ്പിനെസ്. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് വരുമാനം കിട്ടുന്നു എന്നുള്ളതല്ലാതെ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഈ വരുമാനം കിട്ടുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്ത് കിട്ടിയ വരുമാനമാണെന്ന് കിട്ടുമ്പോൾ ഉള്ള ഒരു ഹൈ,
അതൊരു ഇച്ചിരി കൂടുതലാ. നമ്മള് ഇഷ്ടപ്പെട്ട ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പൈസ നമുക്ക് ഭയങ്കര വർത്ത്. അത് കുറവാണെങ്കിലും അതാണ് ചെറുതാണെങ്കിലും അത് വർത്ത്. അതുപോലെയാണ് അദ്ദേഹത്തിനും ഇപ്പോ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ. ആദ്യം ചെയ്ത ജോലി അത് സ്കൂളിങ് കഴിഞ്ഞ് പുള്ളിക്ക് എന്താ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോയിൻ ചെയ്തെന്ന് പറയുന്നു. അവിടെ നിന്നുകൊണ്ട് പുള്ളി പല ഡയറക്ടേഴ്സിനെയും പോയി കാണുകയാണ്. പുള്ളിയുടെ ആഗ്രഹം ഇപ്പൊ പല മേഖലയിലുണ്ട്, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പാട്ട് മ്യൂസിക്കിലോട്ട് ഭയങ്കര താല്പര്യമുള്ളവരാണ്. മ്യൂസിക്കിനെ പറ്റി സംസാരിക്കാനും മ്യൂസിക് ഇപ്പൊ വെറുതെ ഇരുന്ന് ഡെസ്കിലൊക്കെ കൊട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു താല്പര്യം, ടേസ്റ്റ്, അതിൽ കൂടുതൽ ആഗ്രഹമുള്ള ഒരാളാണ്. പ്ലസ് ആർട്ടിസ്റ്റ് ആണ്. കാർട്ടൂൺസിനെ കുറിച്ച് അറിയാനായിട്ട് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിനെ പറ്റി ഭയങ്കരമായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ആർട്ട്പരമായ സാധനങ്ങൾ, മ്യൂസിക് പരമായ സാധനങ്ങൾ, ആക്ടിങ് സംബന്ധമായ കാര്യങ്ങൾ, ഇതെല്ലാം കമ്പൈൻ ചെയ്തു വരുന്ന ഒരു സാധനം സിനിമയാണ്. അങ്ങനെയാണ് പുള്ളി സിനിമ തിരഞ്ഞെടുക്കുന്നതും. അങ്ങനെയൊന്നും തിരഞ്ഞെടുക്കാനുള്ള ഒരു പോയിന്റ് കിട്ടുക എന്നുള്ളത് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സെർച്ച് ചെയ്തോണ്ടിരിക്കുക. നമ്മളെല്ലാവരും ഇപ്പൊ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മള് ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയല്ല നമ്മൾ ആരും തുടക്കകാലങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് എത്തുക എന്നുള്ള യാത്രയാണ് ഭയങ്കര ടഫ്. അവിടെ ആ കൺസിസ്റ്റൻസി, അത് ആ ചിന്ത തന്നെ അവിടെ കൊണ്ടുവരിക, അത് നിർത്തുക എന്നുള്ളത്, അതിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി വീണ്ടും പുതിയ കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്നുകൊണ്ട് പല ഡയറക്ടേഴ്സിനെ പോയി കണ്ട്, എന്നാൽ അവിടെയും ചാൻസ് ചെറുതായിട്ട് എവിടെയോ കിട്ടിയിട്ടുള്ളൂ. കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് പലതവണ പലർക്കും. എന്നിട്ട് അവിടെ ഈ വരുന്ന ബ്രേക്കിലൊന്നും ചെയ്യാതിരിക്കുന്ന വന്നപ്പോഴാണ് ആഡിലോട്ട് പോകുന്നത്. ആഡ് ആദ്യം അസിസ്റ്റ് ചെയ്യായിരുന്നു അദ്ദേഹം. ആഡ് അസിസ്റ്റ് ചെയ്തതിന് ശേഷം VK പ്രകാശിനെ അസിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് ആഡുകള് ചെയ്ത് അസിസ്റ്റ് ചെയ്തതിന്റെ അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വലി ചെയ്ത ഫസ്റ്റ് ആഡെന്ന് തന്നെ നമുക്ക് മനസ്സിലായി. ഉദ്ദേശ സിനിമയാണെന്ന് ഓരോ ആഡിലും ഉണ്ട്. പുള്ളി ചെയ്തു വെക്കുന്ന ഓരോ കുഞ്ഞു സിനിമകളാണ്, ചെയ്തു വെക്കുന്ന എല്ലാ ആഡുകളും ഓരോ കുഞ്ഞു പടങ്ങളാണ്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഭയങ്കര ചെറുപ്പത്തിലുള്ള നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകൾ. അദ്ദേഹം ഒരു ചേർത്തലയിൽ ഉള്ള ആലപ്പുഴ ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്കൂളിങ്, അദ്ദേഹത്തിന്റെ സ്കൂളില് അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്ന ഓരോരോ കാര്യങ്ങളൊക്കെയാണ് ഓരോന്നുമായിട്ട് റിലേറ്റ് ചെയ്ത്. അദ്ദേഹം പണ്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ ഇങ്ങനെ ചുമ്മാ നടന്ന് തെണ്ടാനൊക്കെ പോകുന്ന സമയത്ത് വടിയായിട്ട് ഇങ്ങനെ പോകും. അപ്പൊ ഒരു പട്ടിക്കുട്ടി എവിടെന്നെങ്കിലും ഒക്കെ വീഴും നടക്കുന്ന സമയത്ത്. ആ സെയിം തോട്ടിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ വോഡഫോണിന്റെ ആഡ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാം അദ്ദേഹത്തിന്റെ നൊസ്റ്റാൾജിയിലുള്ള സാധനങ്ങളാണ് അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ മേക്കിംഗ് ഇറ്റ്സ് വണ്ടർഫുൾ, ഇറ്റ്സ് അമേസിംഗ് എന്നാണ് പറയാം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ബാക്കി എല്ലാവരും ഒരു ആഡ് എന്ന് പറയുമ്പോഴേ കുറച്ച് എന്താ ബേസ് ലൈൻസ് ഉണ്ട്, ഇങ്ങനെ ആയിരിക്കണം, ഇന്ന സ്ട്രക്ചറിലുള്ള ആൾക്കാർ ഉൾപ്പെടെ ആ ഒരു ഇതിൽ നിന്ന്, ആ ഒരു എന്താ പറയാ ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് വരിക. അവിടെ പുള്ളി അത് ആ അസിസ്റ്റ് ചെയ്ത VK പ്രകാശ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇപ്പൊ ഒരു ലൈറ്റും ഇല്ലാത്ത മുറിയിൽ നമുക്ക് ഇവിടെ തന്നെ വെച്ച് ചെയ്യാടാ എന്ന് പറഞ്ഞ ആ സാധനം പുള്ളിയെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും അങ്ങനെ. നമ്മൾ എന്താണോ നമ്മൾ ഒരാളിൽ നിന്ന് കുറെ പഠിക്കും. നമ്മൾ ആദ്യം ആലോചിക്കും അസിസ്റ്റ് ചെയ്യണ്ട, ആവശ്യമില്ല എന്ന് വിചാരിക്കും. അതെ, അപ്പൊ അസിസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാ പക്ഷെ നമ്മളുടേതായിട്ടുള്ള ഒരു സ്റ്റൈല് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഓഫ് കോഴ്സ്. പക്ഷെ നമ്മൾ അസിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മേക്ക് ചെയ്യുന്നവരുടെ കണ്ടുപിടിക്കുമ്പോൾ ഇവരുടെ കുറെ സ്റ്റൈലുകൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാമായിരുന്നു. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്തുനിന്നുള്ള ഓരോ കുഞ്ഞു എസെൻസുകൾ നമ്മളിങ്ങനെ എടുക്കാൻ പറ്റും. അത് എടുക്കാൻ പറ്റുന്നത് അസിസ്റ്റ് ചെയ്താലേ അത് കിട്ടുള്ളൂ. അവരുടെ കൂടെ വർക്ക് ചെയ്താൽ കിട്ടുന്ന സാധനം അതാ. അവരുടെ കൂടെ ഒപ്പം നമ്മളൊരു ഡയറക്ടറായി അവരുടെ കൂടെ കമ്പൈൻ ചെയ്തൊരു വേറൊരു ഇപ്പൊ മണിച്ചിത്രത്താഴ് വരെ 2-3 ഡയറക്ടേഴ്സിന്റെ ഒരു സാധനം ചെയ്യുന്നല്ല. അങ്ങനെ ചെയ്താൽ മാത്രമല്ല കിട്ടുക, അവരുടെ കൂടെ നിന്ന് അസിസ്റ്റ് ചെയ്താലും നമുക്ക് അവരുടെ സാധനം കിട്ടും. അദ്ദേഹത്തിന്റെ ആടുകളിലെല്ലാം നമുക്കൊരു സിനിമ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഇപ്പൊ
പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ കം ആക്ടറിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ സക്സസ്ഫുൾ ആയ എല്ലാ പരസ്യങ്ങളിലും അദ്ദേഹം എത്രമാത്രം അദ്ദേഹത്തിന്റെ പരസ്യങ്ങൾ അതെ എല്ലാം സക്സസ്ഫുൾ ആണ്. അതെ അതെ അദ്ദേഹത്തിന്റെ എല്ലാ പരസ്യങ്ങളും സക്സസ്ഫുൾ ആണ്. ആ പരസ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ സിനിമയാണ്, ഓരോ കുഞ്ഞു കുഞ്ഞു സിനിമകളാണ്. അതുപോലെ തന്നെയാണ് അത് വളരെയധികം ഇമോഷൻസ് ആണ് അതിൽ കൺവേ ചെയ്യുന്നത്. ഇപ്പൊ ഹച്ച് എന്ന് പറയുന്ന ആ ഒരു ഡോഗിനെ ചൂസ് ചെയ്യാൻ ആ ഹച്ചിന് എന്തൊക്കെ പ്രത്യേകത, ഓരോരോ ഇമോഷൻസും നമുക്ക് അതിൽ അതിന്റെ ഫേസിലും അതിന്റെ ഇതിൽ നിന്ന് നമുക്ക് ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ തന്നെ അതിന് കിട്ടും. അത് ആ സെലക്ട് ചെയ്തത് അത് ആർക്കും അറിയില്ലായിരുന്നു ഒരു ഡോഗ് ബ്രീഡ് ആയിരുന്നു. അത് ഒരു വിയേർഡ് ആയിട്ടുള്ള ഫേസ് ആണ്, അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു വിയേർഡ് ഫേസ് ആണ് അച്ഛന്റെ. അതിൽ നിന്ന് ആ ക്യൂട്ട്നെസ് ആ വിയേർഡിൽ നിന്ന് കൊണ്ടുവരിക എന്ന് പറയുന്ന സാധനമാണ്. ഇപ്പൊ നമ്മളുടെ ഉള്ളില് ഹച്ചിലെ ഡോഗ് അല്ലെങ്കിൽ പഗ് എന്ന് പറയുന്ന ഡോഗ് ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരു ഡോഗാണ്. കാരണം അങ്ങനെ പറയേണ്ടി വരും. അതെ അതെ, നമുക്ക് പെട്ടെന്ന് ആദ്യമായിട്ടൊരു പഗ്ഗിനെ കാണുമ്പോ നമുക്ക് ആ ഒരു ക്യൂട്ട്നെസ് ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. പക്ഷെ ആഡ് കണ്ടിട്ട് കാണുമ്പോ എല്ലാവർക്കും അങ്ങനെ അറിയുള്ളൂ. ആ പരസ്യത്തിലൂടെ ആ ഡോഗും കൂടെ ഫേമസ് ആയി എന്നുള്ളതാണ്. ഇന്റർനാഷണൽ ലെവലില് ഒരു പരസ്യം ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെയാണ് രണ്ടാമത് വീണ്ടും വരുമ്പോ സൂസു. അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നു അത് കറക്റ്റ് മനുഷ്യന്മാരാണ് എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു ബാല്യം. അപ്പൊ നമ്മള് അയ്യോ ആനിമേഷൻ അല്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന, പക്ഷെ പക്ക ആനിമേഷൻ ആണെന്ന് ചിന്തിക്കണം എന്നുള്ള രീതി തന്നെയാണ് അവര് ഇന്റൻഷനലി ചെയ്തതാണ്. നമ്മളായിരിക്കും ഇത് ആനിമേഷൻ ചെയ്തിട്ട് നമുക്ക് തോന്നും മനുഷ്യരാണോ എന്ന് നമുക്ക് സംശയം വരാം. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ബട്ട് നമ്മളൊരു ആഡ് മനുഷ്യന്മാരെ വെച്ച് ചെയ്തിട്ട് ഇത് ആനിമേഷൻ ആണോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് ഒരു ഡയറക്ടർ ബ്രില്യൻസ് പോവാന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി അദ്ദേഹം ഭയങ്കര ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അത് ഒരു എക്സ്പ്രഷൻ ആകെ ചിരിയില് വരുന്ന സാധനങ്ങൾ മാത്രമേ അതിന്റെ വ്യത്യാസം. ഒന്ന് നോർമൽ എന്ന് പറഞ്ഞ വട്ടത്തിലുള്ള അല്ല, വായുടെ ഫിഗറാണ്. ആ വായുടെ ഫിഗറിന്റെ മാറ്റത്തിലാണ് ഓരോന്നിന്റെ എക്സ്പ്രഷൻ മാറുന്നത്. ചിരിച്ചോണ്ടിരിക്കുന്ന വായ, രണ്ട് കണ്ണെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ചിരിച്ചോണ്ടിരിക്കുന്ന വായ, കരഞ്ഞിരിക്കുന്ന വായ, ആ ഒരു വായ വെച്ചിട്ടാണ് എക്സ്പ്രഷൻ ഫുള്ള് വരുന്നത്. അതിനകത്തും നമുക്ക് ആ എല്ലാ സാധനവും അതേപടി കിട്ടുക എന്നുള്ളതാണ്. കണ്ണെന്നാണ് നമ്മളെ എക്സ്പ്രഷൻ എല്ലാവരും ഇവിടെ വായിന്നാണ് ചിരിച്ചാ അങ്ങനെയായത്, കരയുമ്പോ അങ്ങനെ. ആ ഒരു പരസ്യം എന്ന് പറഞ്ഞ ഒരു ആഘോഷമായിരുന്നു. അതായിരുന്നു അടുത്ത പരസ്യം. പിന്നീട് വന്നതാണ് മറ്റേ നൻപകൽ നേരത്ത് മയക്കം. അതെ അതെ, ഒരു ആഡിന്റെ ഐഡിയ ആണ് പടമായിട്ട് വന്നത്. സാധാരണ അങ്ങനെ നമ്മൾ പടങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത ആഡ് ഉണ്ടാവാറുണ്ട്, പക്ഷെ ആഡിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പടം ഉണ്ടായി. അതെ അതെ, ആ ഒരു 2 മിനിറ്റ് 1.5 മിനിറ്റിൽ ചെയ്ത ആഡാണ് പ്ലൈവുഡിന്റെ ഗ്രീൻ പ്ലൈവുഡ്സിന്റെ ആഡാണ് നൻപകൽ നേരത്ത് മയക്കം എന്നുള്ളത്. 2 മണിക്കൂർ സിനിമയുടെ ത്രെഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് എവിടെന്ന് വന്നു ഈ സാധനം? ചിന്ത. അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരാൾക്ക് അയാളുടെ ഉള്ളിൽ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ബേസ് ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ഇമ്പ്രൂവ് ചെയ്യുന്നിടത്തുനിന്ന് അദ്ദേഹത്തിന്റെ വളർച്ച സ്റ്റാർട്ട് ചെയ്യാണ്. അത് കളയുന്നില്ലല്ലോ, അത് ഡെവലപ്പ് ചെയ്തോണ്ടേ ഇരിക്കുക. അപ്പൊ ആക്ടർ ആവണം എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നില്ല, ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് അതാണ് ഞാൻ പറഞ്ഞ ആവശ്യം. ആ കൺസിസ്റ്റൻസി മീൻസ് എങ്ങനെയൊക്കെ പോയാൽ ഇവിടെ ചെല്ലാം എന്നുള്ളൊരു വിഷൻ അന്നേ കണ്ടു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് സാധാരണ ഇല്ല പണ്ടൊക്കെ ഉള്ള സാധനം ഇപ്പൊ ഹിറ്റ് ആകുമ്പോൾ നമ്മൾ സമയം ആട്ടെ എന്നുള്ളൊരു സാധനം പറയും. അപ്പൊ സത്യത്തിൽ നമുക്ക് അങ്ങനെ പ്രകാശ് വർമ്മയുടെ കാര്യത്തിൽ പറയാൻ പറ്റുമോ? അതെ, കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ സമയമാവുമ്പോ ആവും, ഇപ്പൊ ഒരു സമയമാവുമ്പോ ഒരു പുല്ല് കരിയും എന്ന് പറഞ്ഞാൽ അത് കരിയും. അത് അതിന്റെ സമയം കഴിയുമ്പോ അത് കരിയും. സമയം കഴിയാണ്, സമയം ആവുമല്ല. അതിന് ജീവിച്ചിരിക്കാനുള്ള സമയം കഴിയുമ്പോ ആ പുല്ല് കരിഞ്ഞു. പക്ഷെ സമയം ആവുമ്പോ ഒരു കാര്യം നടക്കുക എന്ന് പറയണേക്കാൾ ആ സംഭവം നടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും വന്നപ്പോ ആ സംഭവം നടന്നു. തരുൺ മൂർത്തി എന്ന് പറയുന്ന ഒരു ഡയറക്ടർക്ക് എപ്പോഴാണ് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരു ആക്ടറെ യൂസ് ചെയ്യാൻ തോന്നിയത്? അവിടെയാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ സ്റ്റാർട്ടല്ല, അദ്ദേഹത്തിന്റെ കരിയറിന്റെ ആക്ടർ എന്ന് പറയുന്ന ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്തത്, ട്വിസ്റ്റ് ഉണ്ടായത്. അതെ, അങ്ങനെയാണ് പറയാം. അവിടുന്ന് നമുക്ക് കിട്ടിയത് ഒരു വലിയ ഒരു പ്രതിഭയാണ്. അതെ, നമ്മള് ഇപ്പൊ ലാലേട്ടനെ നമ്മള് എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം
ഹൈലി അദ്ദേഹത്തിന്റെ ലാലേട്ടൻ is ലാലേട്ടൻ. ലാലേട്ടൻ പ്രൂവ് ചെയ്ത മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മാറ്റങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എമ്പുരാൻ പോലൊരു സിനിമ ഇറങ്ങി വലിയൊരു സ്റ്റാർഡമുള്ള ഒരു ആക്ടിങ്ങിൽ നിന്ന് എന്നാൽ കുറെ പ്രതീക്ഷ നമ്മളെ നെഗറ്റീവ് കമന്റുകളും വന്നു അതിൽ. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടനോട് ചോദിക്കുമ്പോൾ ലാലേട്ടനോട് എപ്പോഴും ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമാണ്, ചൂസബിൾ അല്ലേ എന്ന് ചോദിക്കും. അല്ല, പണ്ടും അല്ല ഇപ്പോഴും അല്ല, ആക്രാന്തമാണ് സിനിമയോട്. ഏത് സിനിമ വന്നാലും ചെയ്യാന്നുള്ളൊരു സാധനമാണ്. ഇപ്പൊ തന്മൂർത്തി എന്ന് പറയുന്ന ഒരു 2 സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ സിനിമ ഒരു ലാലേട്ടനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് ചെയ്യിക്കുന്നു. അറ്റ് ദ സെയിം ടൈം അപ്പുറത്തെ സൈഡില് എമ്പുരാൻ നടക്കുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അഭിനയിപ്പിക്കുക എന്നുള്ളത് വലിയൊരു നമ്മൾ കേട്ടിട്ടില്ലേ, ലാലേട്ടൻ മീശ പിരിച്ചിട്ട് കഴിഞ്ഞ അടുത്ത ആളായി, പിന്നെ അവിടെ പോയിട്ട് അപ്പുറത്ത് മീശ താത്തിയിട്ട് പാൻറ് ഇട്ട് കഴിഞ്ഞാൽ വേറെ മനുഷ്യനാണ്. അദ്ദേഹത്തിനെ അഭിനയിപ്പിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു തന്മൂർത്തിയെ സംബന്ധിച്ചിടത്തോളം ടാസ്ക് ഉള്ള കാര്യമല്ല. അദ്ദേഹത്തിന്റെ അടുത്തൊരു സാധനം പറഞ്ഞാൽ പുള്ളി ചെയ്തോളും ബാക്കി. പക്ഷെ പ്രകാശ് വർമ്മയെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് ആണ്. നമുക്ക് ആദ്യം അറിയില്ല എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. എവിടെയൊക്കെയോ പണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കുറെ വില്ലന്മാരുണ്ട്. ആരൊക്കെ, ഷമി തിലകൻ, അങ്ങനെ കുറെ ടാലന്റ്, ഫർഗീസ്, അതുപോലെ മറ്റേ സുരേഷ് ഗോപിയുടെ ഒരു അദ്ദേഹം ഒരു വില്ലൻ. അദ്ദേഹത്തിന്റെ ഇവരെയൊക്കെ ഞാൻ ഒറ്റ സ്ക്രീനിൽ കണ്ടു. ഈ ഒരൊറ്റ, അതായത് ഈ ജോർജ് സാർ എന്ന് പറയുന്ന ക്യാരക്ടറിൽ ആ വില്ലനിസം ഉണ്ടല്ലോ. ഇപ്പോഴത്തെ വില്ലന്മാരെന്ന് പറഞ്ഞാൽ ഒരേ സമയം 10 പേര് ഇടിച്ചിരുന്ന അല്ലെങ്കിൽ ഭയങ്കര ടെററായിട്ടുള്ള വില്ലന്മാര് നമ്മൾ. പക്ഷെ അന്നത്തെ ആ ചിരിച്ചോണ്ടുള്ള വില്ലന്മാരെ ഇപ്പൊ നമ്മള് കുറെ വർഷമായി കണ്ടിട്ട്. അതെ അതെ അതെ, അങ്ങനത്തെ സ്ക്രിപ്റ്റും എനിക്ക് തോന്നുന്നു കുറെ നാളായി. അതെ അതെ, കുറെ ആയി ചിരിച്ചുകൊണ്ട് വരുന്ന വില്ലൻ. അല്ലെങ്കിൽ നമുക്ക് വരുമ്പോഴേ അറിയാം, ഓ നെഗറ്റീവ്. എനിക്ക് ആദ്യം കണ്ടപ്പോ പക്ഷെ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ജോർജ് സാറ് ഇൻട്രൊഡ്യൂസ് ആയപ്പോഴേ ഞാൻ വിചാരിക്കും മനുഷ്യൻ. ആദ്യം അങ്ങനെ ചിന്തിച്ചു, പിന്നെ എന്തോ വലുത് വരാൻ പോകുന്നല്ലോ. അങ്ങനെ ഒരു നമ്മളിങ്ങനെ വെമ്പല് കൊണ്ടോണ്ടിരിക്കും, അല്ലെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതല്ലല്ലോ, ഇത് ശരിയല്ലല്ലോ, ഇത് പോകുന്ന രീതി ശരിയല്ല, എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത. അങ്ങനെ ചിന്തിക്കാൻ പാകത്തിനുള്ള എക്സ്പ്രഷൻസ്. അതെ, എത്രമാത്രം ഇപ്പൊ പറയുന്ന ഡയറക്ടേഴ്സ് എല്ലാം അഭിനയിക്കാൻ കഴിവുള്ളവരായിരിക്കും അവർക്ക്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടോ, ആള് കൂടുമ്പോ അഭിനയിക്കാൻ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് കൂടുന്നാണ് പറയുന്നത്. അപ്പൊ എത്ര പേർക്ക് അത് പറ്റും എന്നുള്ളതാണ് നമ്മള്. ആള് കൂടിയാ മുട്ട് അപ്പം മുട്ട് പറഞ്ഞ് തല ഇറങ്ങി, ആളില്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കാം പരിപാടി. അപ്പോ ഒരു ഡയറക്ടർക്ക് ഒരു 10, 350, 400 പേരുള്ള ഒരു ക്രൂവിനെ നിർത്താൻ പറ്റും ക്യാമറയുടെ പുറകിൽ നിന്നിട്ട്. ബട്ട് അവര് തന്നെ വന്ന് അഭിനയിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അഭിനയത്തിലേക്ക് വരുമ്പോ അവർക്ക് ചിലപ്പോ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോ അവർക്ക് പേടിയാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും നമുക്ക് തോന്നി അദ്ദേഹത്തിന്റെ ഒരു ഫസ്റ്റ് പടമാണിത്, അല്ലെങ്കിൽ അദ്ദേഹം ലീഡിങ് റോൾ ചെയ്യുന്ന ഒരു ഫസ്റ്റ് പടമാണ്. അതെ അതെ, അതാണ് അവിടുത്തെ കാര്യം. അപ്പൊ അപ്പിയറൻസ് പോലും ഈ പറഞ്ഞപ്പോ പുള്ളിനെ നല്ലോണം ഹെൽപ്പ് ചെയ്യണുണ്ട്. ഒരു വില്ലൻ ക്യാരക്ടർ പുള്ളി വെറുതെ നിന്നാലും നമുക്കൊരു അങ്ങനെ തോന്നാറുണ്ട്. കാരണം ബിനു പപ്പു സെയിം ടെറർ വില്ലൻ ചെയ്യുന്നുണ്ട്, അദ്ദേഹം വില്ലനാണ് ഓൾറെഡി നമുക്ക് മനസ്സിലായോ. പക്ഷെ അതിന്റെ അപ്പുറത്ത് നിന്നിട്ട് ഇദ്ദേഹം ചെയ്യുമ്പോ സ്കോർ ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ, ആളുടെ ചിരി, ആ നെഗറ്റീവ് ചിരി, അതാണ് ആ വില്ലനാക്കണത്. അപ്പൊ പിന്നെ ആ നെറ്റിയിൽ 2-3 ഞരമ്പ് തെളിഞ്ഞു നിൽപ്പുണ്ട്. അതെ, ആ ഞരമ്പ് തെളിയണത് ചില സമയത്തേ ഉള്ളൂ. ദേഷ്യം വരുമ്പോ, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ചിരിക്കുമ്പോ, ആ കൂടുതൽ ചിരി നെഗറ്റീവ് ചിരിയാണ്. ആ വരുമ്പോ തെളിഞ്ഞു വരുന്ന ആ ഞരമ്പ് കാണാൻ പാകത്തിന് അത്രയുള്ള നെറ്റി, അതിന്റെ കൂടെ ഓരോ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളെടുത്ത ലാലേട്ടന്റെ ഓരോരോ ചാടിയ കവിള്, ഈ വര, വലിയ മീശ, വലിയ പുരികം, അപ്പൊ എക്സ്പ്രസീവ് ആയിട്ടുള്ള മുഖം പ്ലസ് ക്വാളിറ്റി, വോയിസ്, അതെല്ലാം ഇതൊന്നും ആരും പണ്ട് കണ്ടില്ല എന്നുള്ളതാണ്. ഇത്രയും നാളായിട്ട്. അതെ, ഇത് ഈ ക്യാമറയുടെ മുമ്പിൽ ഈ ഫിഗർ വരാൻ ഇത്രയും താമസം എടുത്തു, 25 കൊല്ലം എടുത്തു എന്നുള്ള ഒരു ഇതാണ്. ഇപ്പൊ കഴിവുള്ളവർ ഇപ്പൊ പറഞ്ഞോട് ഇഷ്ടം പോലെ നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്, നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആർട്ട് ഫിലിം ഡയറക്ടറായി നിന്നുകൊണ്ട് കുറെ അവസരങ്ങൾ അപ്പോ
ഓരോ വർഷം കഴിയുന്തോറും പുള്ളിയുടെ അറിയുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു, കോണ്ടാക്ട് കൂടുന്നു. കോണ്ടാക്ട് കൂടുന്നു. പക്ഷെ പുള്ളി പിന്നെ അവിടെ ലോക്കായി പോവാണ്. അപ്പൊ ആരും അറിഞ്ഞിട്ടില്ല പുള്ളി. ഇത്രയും നല്ലൊരു ഫിലിം അല്ലെങ്കിൽ ആർട്സ് ചെയ്യുന്ന ഒരാളെ എല്ലാ കമ്പനികൾക്കും ആവശ്യമുണ്ട്. ആവശ്യമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ തിരക്ക് അവിടെ കൂടി അദ്ദേഹത്തിന്റെ ആക്ടിങ് എന്നുള്ള സാധനം അവിടെ കിടക്കാണ്. പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കാം ചെയ്യണം, പക്ഷെ പുള്ളി ലോക്കായി പോയതായിരിക്കാം. ഇപ്പൊ വോഡഫോൺ എന്നുള്ള ആട് 30 ദിവസം 30 ഫിലിം ചെയ്യേണ്ട അവസ്ഥ നിന്നത് കൊണ്ടാണ് ഇപ്പൊ പറഞ്ഞ ആ വോഡഫോൺ സുസു എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് അവർ എത്തിയത്. കാരണം ഒരാടില് ചെയ്തവരെ എല്ലാരും അടുത്ത ആടിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30 ആട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പോഴാണ് ആ സുസു എന്നുള്ള ഒരു ക്യാരക്ടർ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത വന്നത്. ആ ലിമിറ്റേഷൻസിൽ നിന്നാണ് ആ സാധനം ഉണ്ടാവുന്നത്. അവരുടെ തോട്ട് പ്രോസസ്സ്, അവര് ഉണ്ടാക്കിയ കുറെ കഷ്ടപ്പാട്. അപ്പൊ ആ റഷിൽ നിന്നാണ്, ആ റഷിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് പിന്നെ വേറെ ഒന്നിലോട്ടും പോവാൻ പറ്റിയിരുന്നില്ല. അതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പല ഈ നമ്മൾ പറഞ്ഞ ഇത്രയും നല്ലൊരു ഫിഗർ, നല്ലൊരു സൗണ്ട്, നല്ലൊരു വോയിസിനുടമ, നല്ലൊരു ഫിഗറിനുടമയായിട്ടുള്ള വ്യക്തി ഈ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് താമസിച്ചു പോയി. എവിടെയായിരുന്നു ഇത്രയും നാളെന്ന് ചോദിക്കേണ്ടിരുന്നത്. അതെ, അത്രയും നല്ല പെർഫോമൻസ് ആണ് പുള്ളി അവിടെ ചെയ്തു വെക്കുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഇൻട്രോ ആണ് കിട്ടിയത്. നല്ലൊരു ആളുടെ കൂടെ, നല്ലൊരു നടന്റെ കൂടെയാണ് കിട്ടിയത്. പെർഫോമൻസിൽ അവർ മത്സരിക്കുമായിരുന്നു, അങ്ങനെ നമുക്ക് തോന്നിയില്ലേ? ലാലേട്ടൻ കുറച്ച് നാളായിട്ട് വീക്കായിട്ട് നമ്മൾ കുറെ കമന്റുകൾ കേട്ടെടുത്തെന്നാണ് ലാലേട്ടന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിരിച്ചുവരവ് വരുന്നത്. അവിടുന്ന് പിന്നീട് അപ്പൊ എല്ലാവരും ലാലേട്ടനെയാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ എല്ലാവരും ആരാണ് വില്ലൻ, ആരാണ് പ്രകാശ് വർമ്മ എന്നുള്ളൊരു ചോദ്യം വരുത്തിയെടുക്കുക എന്നുള്ളത് ചെറിയ കാര്യം. അതെ, ലാലേട്ടനോടൊപ്പം തന്നെ ആൾക്കാർ ചർച്ച ചെയ്യുകയാണ് വില്ലൻ ഒരു മാരക വില്ലൻ ഒരു എന്ന് പറയുന്ന രീതിയിൽ നിൽക്കണമെങ്കിൽ, ലാലേട്ടൻ എന്നുള്ള സാധനത്തിന്റെ കൂടെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ഒരു വലച്ചിലുണ്ടാക്കി കാണും പ്രേക്ഷകരുടെ ഉള്ളിൽ. അതെന്താന്ന് വെച്ചാൽ അദ്ദേഹം എത്രയോ നാള് കാത്തിരുന്നു. അപ്പൊ കിട്ടിയപ്പോ അയാള് അതും ഈ വില്ലൻ വലിയ തലവെട്ടിക്കളയോ കൈവെട്ടിക്കോ ഒടിക്കോ തിരിക്കോ ഒന്നും ചെയ്യുന്നില്ല. നമ്മളത്രയും വലിയൊരു എന്താ പറയാ, ഒരു ഈ മാർക്കോയിലൊക്കെ കാണുന്ന പോലെ അത്ര വയലൻസ് ഒന്നും കാണിച്ച് അങ്ങനെ നമ്മളെ പേടിപ്പിച്ച് വില്ലനാക്കല്ല. പുള്ളിയുടെ പെർഫോമൻസ് കൊണ്ടാണ് പുള്ളി പേടിക്കും നമ്മള്. ശരിക്കും പേടിയായി തുടങ്ങി. എനിക്ക് ഇയാള് വരുമ്പോ ടെൻഷൻ ആവും. അതെ, പ്ലസ് ബിജിഎം ഓഫ് കോഴ്സ് അത് ഭയങ്കരമായിട്ട് അവര് സ്ക്രിപ്റ്റ് എഴുതിയപ്പോ തന്നെ പറഞ്ഞു. അപ്പൊ പപ്പുവിന് ഒരു വോൾഫാണ്, ഒരു ചെന്നായ ക്യാരക്ടറാണ് കൊടുത്തേക്കുന്നത്. അദ്ദേഹത്തിന് സ്നേക്ക് ആണ് കൊടുത്തേക്കണേ. അതുപോലെ തന്നെ ലാലേട്ടന് ആനയാണ്. അപ്പൊ അതിന്റെ ബിജിഎം ഇവര് നല്ലതായിട്ട് ഇവരുടെ ഇൻട്രോയ്ക്ക് സഹായിച്ചു എന്നുള്ളത്. പക്ഷെ എങ്കിലും ഇത്രയും നല്ല ഒരു ആക്ടിങ് ലെവൽ ലാലേട്ടനോടൊപ്പം എന്ന് പറയുന്ന രീതിയിൽ ആൾക്കാര്, അപ്പൊ ഓഫ് കോഴ്സ് ഹീറോ ആണ്, അപ്പൊ നമ്മൾ എപ്പോഴും എല്ലാവരും അതെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹീറോയിനെ ശ്രദ്ധിക്കേണ്ടടുത്ത് വില്ലനെ ശ്രദ്ധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ നേട്ടമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അദ്ദേഹം ഒരു ഡയറക്ടർ എന്നതിൽ ഒതുങ്ങി പോയത് 25 വർഷം നേരത്തെ ആണെന്ന് പറഞ്ഞ പോലെ. അയ്യോ, ഇത്രയും വർഷം അദ്ദേഹത്തിന്റെ പോയല്ലോ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഇത്രയും നല്ല ആഡുകൾ കിട്ടി, വളരെ നല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കാഡ്ബറീസിന്റെ, ഡയറി മിൽക്കിന്റെ ഒക്കെ ആടുകൾ കണ്ടാലും അതിനേക്കാളും ഒരു ഇപ്പൊ പറയുന്ന എപ്പോഴും ഒരു വാക്കാട് എസ്തെറ്റിക്സ് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ അതിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഒരു മനോഹാരിത വേറെ. അതാണ് ആ പാഷൻ ടു സിനിമ, ആ സിനിമയോടുള്ള അയാളുടെ ആ ആത്യന്തികമായ ആവേശമാണ് ആ ആടുകളിലെല്ലാം പ്രതിധ്വനിക്കുന്നത്. അദ്ദേഹം ഒരു സിനിമ എടുത്താൽ എന്തായിരിക്കും എനിക്കിപ്പോ, പുള്ളി ഒരു സിനിമ ചെയ്താൽ എങ്ങനെയായിരിക്കും എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര സംഭവമായിരിക്കും അല്ലേ? പുള്ളി ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇത്ര സമയം കിട്ടുമ്പോഴാണ് പുള്ളി ഇത്ര ചെയ്യണമെന്ന് ആലോചിക്കുക. അപ്പൊ പുള്ളിക്ക് ഒരു 2.5 മണിക്കൂർ കിട്ടിയാൽ പുള്ളി അവിടെ നോർമലായിട്ട് സിനിമ ചെയ്താൽ ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു സാധനം കൊടുക്കും. അത്രയും ഒരു, അതായത് നമ്മളിപ്പോ തുടരിലും വില്ലനിലും എന്താണോ പ്രതീക്ഷിച്ചത് അതുപോലെ ആയിരിക്കും. തുടക്കത്തിൽ നമ്മളായിരിക്കും ഒരു പാവം മനുഷ്യനാണല്ലോ പോട്ടെ എന്ന് വിചാരിച്ച. പക്ഷെ പ്രഷർ കൊടുക്കരുത് പുള്ളിക്ക്. ഞാൻ ഒട്ടും സമയം ഉണ്ട്, ഇഷ്ടമുണ്ടല്ലോ, ഞങ്ങൾക്ക് പതുക്കെ മതി. പക്ഷെ നമ്മൾ ആലോചിക്കും. ഇപ്പൊ തരുൺമൂർത്തി ഇന്റർവ്യൂവിൽ പലതും കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇവർക്ക് ആർക്കും കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതായിരുന്നു ആക്ടേഴ്സിന്റെ അടുത്തുനിന്നുള്ള. ഒരാളുടെ ആഗ്രഹം, അയാൾക്ക് വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടാതെ
ഒരു രീതിയിലുള്ള എന്നാൽ വീട്ടിൽ നിന്ന് മറ്റ് എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിക്കുക എന്നുള്ള നിർബന്ധത്തിൽ നിന്നുകൊണ്ട് അയാളുടെ ആഗ്രഹം, അയാളുടെ വിഷൻ, അയാളെ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യണം എന്നുള്ള ഇതോടുകൂടി തന്നെ നിന്ന് അയാളത് ചെയ്ത് സക്സസ്ഫുൾ ആയ കുറെ ആൾക്കാരിൽ ഒരാളാണ് പ്രകാശ് വർമ്മ. അതാണ് സൈഡായിട്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു, കുറച്ചു മുമ്പ് പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ട്, ആർട്ടിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ആക്ടർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എന്നാലും വീട്ടിൽ നിന്ന് ഈ എങ്ങനെയെങ്കിലും ഒരു ജോലി, എല്ലാവരുടെയും വീടുകളെ പോലെ തന്നെ എങ്ങനെയെങ്കിലും ഒരു ജോലി. കാരണം ഇതിൽ നിന്ന് വരുമാനം അല്ലെങ്കിൽ ഒരു നിത്യ വരുമാനം, ഒരു ഫാമിലിയൊക്കെ നമുക്ക് നോക്കാൻ പറ്റുക എന്നുള്ളൊരു സാധനം ആരുടെയും മനസ്സിലില്ല. ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ അല്ലെങ്കിൽ ആക്ടിങ്, സിനിമയിലോട്ട് പോയാലും അല്ലെങ്കിൽ ഈ പറയുന്ന സൂപ്പർ സ്റ്റാർ ആവണം, സൂപ്പർ സ്റ്റാർ എല്ലാരും ആവുമെന്ന് ഇവർക്കില്ല. അതുകൊണ്ടാണല്ലോ ഇവരാരും ഒന്നിനും സമ്മതിക്കാത്തത്. സ്വന്തം ആഗ്രഹം ഇതാണ്, ഇത് ചെയ്യണം, ഇത് തന്നെ ചെയ്യണം എന്ന കൺസിസ്റ്റൻസി അതിൽ തന്നെ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കലും. അപ്പൊ അതിനുവേണ്ടി തന്നെ ആഡ് ഫിലിംസിലോട്ട് പോയതും, ആഡ് ഫിലിംസ് ചെയ്ത് പിന്നെ അതിൽ ലോക്കായി പോവാണ് അദ്ദേഹം ചെയ്തത്. ലോക്കായി പോവാന്നുള്ളതിനേക്കാളും അദ്ദേഹത്തിന് എല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്നു ആഡ്സ്. അത്രയും നല്ല ആഡുകൾ നമുക്ക് വേണമായിരുന്നു. അതായത് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നിടത്തുനിന്ന്, നമ്മളുടെ ചിന്ത വളരുന്നതിന്റെ അടുത്തുനിന്ന് അദ്ദേഹത്തിന്റെ ആഡുകൾ വന്നു തുടങ്ങി എന്നുള്ളതാണ്. അവിടുന്നാണ് നമ്മളെ ഇങ്ങനെയോ ഇങ്ങനെ പറ്റുമോ എന്ന് ആലോചിക്കുന്നത്. ആഡ്സ് നമ്മളെ ചിന്തിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇത്രയും ബ്രില്യന്റ് ഇങ്ങനെയും ആഡ് ചെയ്യാമോ അത് നമുക്ക് ഇപ്പൊ ഒരു വാക്ക് പോലും പറയാതെയാണ് ഫ്രൂട്ടിയുടെ ആഡ്. നമ്മുടെ വായിൽ വരെ വെള്ളം വരുന്ന രീതിയിൽ ഫ്രൂട്ടി മേടിക്കണം. യഥാർത്ഥത്തില് ഫ്രൂട്ടി കുടിച്ച ഇത്രയും ആയിട്ടിരിക്കേണ്ട എന്തെങ്കിലും ഒരു സാധനം ഈ പരസ്യം കണ്ടിട്ട് നമ്മൾ പോയിട്ട് ഫ്രൂട്ടി വാങ്ങി കുടിക്കും. പക്ഷെ നമ്മുടെ ചുറ്റും ആരും ഒന്നും അങ്ങനെ വാങ്ങി നോക്കി നിൽക്കില്ല. പക്ഷെ ആ ചിന്ത പോയ പരസ്യം തന്നെ നമ്മളെ കുറച്ച് എക്സാജറേഷൻ ആണ്, തെറ്റിദ്ധാരണയാണ്, ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയിപ്പിക്കലാണ് കബളിപ്പിക്കലാണ് പരസ്യം. പക്ഷെ ആ കബളിപ്പിക്കുമ്പോ നമ്മൾ കബളിപ്പിക്കപ്പെടുന്നു. കബളിപ്പിക്കലിന്റെ എസ്തെറ്റിക്സ്, അതിന്റെ സൗന്ദര്യാത്മകമായ വേർഷനിലാണ് നമ്മളിത് കാണുന്നത്. പിന്നത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ഫ്രൂട്ടി വാങ്ങി കുടിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന. അപ്പൊ നമ്മളെ പരസ്യത്തിലെ പോലെ നമ്മുടെ ചുറ്റും ആൾക്കാർ വന്ന് നിൽക്കും എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന. രണ്ടാമത്തെ കാര്യം ജംസിന്റെ ആഡ് അങ്ങനെ ഒരു ആഡ് എങ്ങനെ ചെയ്യും? അതെ, ഈ ആ മ്യൂസിയത്തിൽ നിൽക്കുന്ന ഓരോ ആൾക്കത് പറിക്കാൻ കൊറേ നീല കളറിന്റെ ഇടയിൽ വന്ന പച്ച കളർ, അല്ലെങ്കിൽ കൊറേ മഞ്ഞ കളറിന്റെ ഇടയിൽ വന്ന നീല കളർ, ഞാൻ എടുക്കും. അത് എടുത്താൽ അത് തിന്നാനും തോന്നും. അവിടെ നിന്ന് സാധനം പൊളിഞ്ഞു വീഴുന്നു സാധനം. അതൊരു രണ്ടാമത്തെ ഇത് നമ്മൾ ചിന്തിക്കും, ഓ മൈ ഗോഡ്. അപ്പൊ നമ്മൾ ഇനി എവിടെയും ചെന്നാ സാധനത്തിൽ തൊടാൻ തോന്നുന്നു, വേണ്ട അപ്പുറത്ത് മാറിക്കാന്നുള്ള ജെംസ് കാണുമ്പോഴേ നമുക്ക്, അല്ലെങ്കിൽ ഈ സാധനം ഓർക്കുമ്പോഴേ ജെംസ് ഓർമ്മ വരുവാണ്. അതുപോലെ തന്നെ ടൈറ്റൻ വാച്ചിന്റെ പരസ്യം. അപ്പൊ ഒരുപാട് ആഡുകൾ, എത്ര ആഡുകളുണ്ട്, ഇഷ്ടം പോലെ. അതെല്ലാം നമ്മുടെ ഓർമ്മകളിൽ ഇപ്പൊ ഞാൻ മറന്നു പോയാലും ഇങ്ങനെ വരുന്ന ആഡില്ലേന്ന് ചോദിച്ചാൽ ഞാൻ ആഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് ആള് കൊണ്ടുവന്ന്. എല്ലാത്തിലും എനിക്ക് തോന്നണു ഈ ഡയലോഗ്സ് ഭയങ്കര മിനിമലാണ്, എന്നാൽ ഇമോഷൻസ് ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ബ്രിട്ടീഷ് എയർവേസിന്റെ ഒരു പരസ്യമുണ്ട്, കൊണ്ടുണ്ടാവും. അതായത് ഒരു പോവാൻ നിൽക്കുമ്പോ അവരുടെ വണ്ടി കേടാവാണ്, വീട്ടിൽ നിന്ന് ഭയങ്കര തിരക്ക് പിടിച്ചിറങ്ങിയിട്ട് വണ്ടി കേടായിട്ട് ബ്രിട്ടീഷ് എയർവേസിന്റെ വണ്ടി എയർ ഹോസ്റ്റസിനെ കൊണ്ട് പോകുമ്പോ അവര് കയ്യിലിരിക്കുന്ന ഇത് കണ്ടിട്ട് എല്ലാരും വിളിച്ച് കയറ്റി കൊണ്ടുപോകണം. അവർക്കും ആ നൊസ്റ്റാൾജിയ, അവര് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിക്കുന്നു, ഹാപ്പിനെസ് എയർ ഹോസ്റ്റസ് അവർക്ക് ഇല്ല. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ പുള്ളിയുടെ ലൈഫിൽ തന്നെ സംഭവിച്ച കാര്യങ്ങളാണ് എല്ലാത്തിലും. ചേർത്തല വീട്ടിലുണ്ടായിരുന്ന സമയത്ത് പുള്ളിയുടെ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള കാര്യങ്ങൾ എല്ലാം വെച്ചിട്ട് ആഡ് ഉണ്ടാക്കിയിട്ട് പുള്ളി അവിടെ സ്കൂളിൽ റീയൂണിയന് പോയി കഴിഞ്ഞപ്പോ പുള്ളി അത് പറഞ്ഞപ്പോ അവർക്കെല്ലാം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഈ മൾട്ടി ടാലന്റഡ് എന്ന് പറയുന്ന സംഭവമാണ് പുള്ളീനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യിപ്പിച്ചതും സിനിമ എന്നുള്ള, അല്ലെങ്കിൽ ഈ ഫിലിം വർക്ക് എന്നുള്ളതിലേക്ക് വന്നതും. ആ മൾട്ടി ടാലൻസ് തന്നെയാണ് ആ ഓരോ ഇതിലും ഓരോ ഐഡിയാസ് വരുന്നത്. അദ്ദേഹത്തിന്റെ വീട് അതുപോലെ നമ്മള് കണ്ട വീടിനെ കുറിച്ച് കുറെ സംസാരം വന്നിട്ടുണ്ട്, കുറെ പേര്. ആ വീട് പറഞ്ഞ പോലെ ക്രിയേറ്റിവിറ്റിയാണ് ഒരു ഭംഗി കൂട്ടുന്നത്. പരസ്യങ്ങളിലുള്ള എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു സാധനം അദ്ദേഹത്തിന്റെ ലൈഫിലും ഉണ്ട് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ സൗന്ദര്യാത്മകമായിട്ട് ചിന്തിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും, അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് എല്ലാം സൗന്ദര്യാത്മകമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റൂമായാലും
അദ്ദേഹത്തിന്റെ പരസ്യങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹത്തിന്റെ റൂം, അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ജോളിയായിട്ട് എല്ലാ ചെറിയ കാര്യങ്ങളും ഇതിൽ നിന്ന് തന്നെ കിട്ടിയ ഫാമിലി. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ അവർ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്താണ്. ഓക്കെ, അതെനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ പാർട്ട്ണറെ കണ്ടാലും നമുക്ക് തോന്നും അവരൊരു പെർഫെക്റ്റ്. പേഴ്സണലി നമുക്കറിയില്ല ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ നമ്മൾ കാണുമ്പോൾ തോന്നുന്ന ഒരു വാവു ആ സാധനം അവരുടെ ഒരു ഇതിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് വാവുമായിട്ട് തന്നെ നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇപ്പൊ നമുക്ക് തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർക്ക് നമ്മൾ താങ്ക്സ് ഈ ക്ലബ് എഫ്എമ്മിനാണ് താങ്ക്സ് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വരും. ക്ലബ് എഫ്എമ്മിലെ ഇന്റർവ്യൂ ആണ്. പക്ഷെ അദ്ദേഹത്തിനെ തരുൺ മൂർത്തിയെ കൊണ്ട് ഈ ഒരു ക്യാരക്ടർ എടുക്കാമെന്ന് ചിന്തിപ്പിച്ചത് മേ ബി ചിലപ്പോ ആയിരിക്കും. അതെ ആണെന്ന് പറയുന്നുണ്ട്. ക്ലബ് എഫ്എമ്മിലെ ഇന്റർവ്യൂല് പുള്ളിയുടെ വോയിസ് ആണ് പുള്ളിയെ ആദ്യം സ്ട്രൈക്ക് ചെയ്യിപ്പിച്ചതെന്ന് തരുൺമൂർത്തി പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ലുക്ക്, ഇപ്പൊ ജോർജ് സാർ എന്ന് പറയുന്ന സാധനത്തിന്റെ പല മാനറിസംസും പുള്ളിയുടെ ഇന്റർവ്യൂസിലും കാണാൻ പറ്റും. ആ ചിരിയുടെ ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ അപ്പിയറൻസ് ആണ് അദ്ദേഹത്തിന്റെ റെഫറൻസ്. അതെ. അപ്പൊ ലാലേട്ടന് ആനയാണെങ്കിൽ ഒറ്റക്കൊമ്പൻ എന്ന് പറയുമ്പോ ബിനു പപ്പുവിന് വോൾഫാണ്, ചെന്നായ പറയുമ്പോ അപ്പൊ ആ ഒരു സ്നേക്കിന്റെ ഒരു പക അല്ലെങ്കിൽ ഒരു എന്താ ആ ക്യാരക്ടറിനെ കുറെ അദ്ദേഹം ഇതാക്കിയിട്ടുണ്ട്. നാക്ക് വരെ നീട്ടുണ്ട് ചില സീനിലൊക്കെ ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനെ എന്താ റിവെഞ്ച്, ആ ദേഷ്യം കയറി വരുന്ന സമയത്ത് അത് ഇന്റൻഷനലി ചെയ്യിപ്പിച്ചതായിരിക്കാം. അല്ല, പല കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ തന്മൂർത്തി പറയുന്ന പോലെ അദ്ദേഹം പറയുന്ന കോൺട്രിബ്യൂഷൻ ആക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് വളരെ കിട്ടിയിട്ടുണ്ട് ഈ സിനിമയിൽ. അത് പറയുന്ന ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് കിട്ടും, അത് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമല്ല. നാച്ചുറൽ, അതങ്ങനെ വരുന്നതാണ്. മനെ ബാത്റൂമിൽ ആ സീനില് വീഴാനൊന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹം വീണു. അപ്പൊ അതൊക്കെ പിന്നെ ആ വിരലൊടിക്കുന്ന സൈനില ചിരിക്കുന്നത് ബാക്കി സദയത്തിലെ പോലെ വന്നെന്ന് പറയുമ്പോ എന്നോട് അങ്ങനെ പറയരുത് മനെ, അത് തന്നെ വരുന്നതാ. അത് ആക്ച്വലി പുള്ളി പറയുന്നത് ശരിയാണ്. അദ്ദേഹത്തിലേതാണെങ്കിലും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഇത് കേൾക്കുമ്പോ സിബി മലയും പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു തിളക്കമാണ്. അത് മോഹൻലാൽ എന്ന് പറയുന്ന ഹ്യൂമൻ ബോഡിയുടെ പ്രത്യേകതകളാണ്. അത് ഓക്കെ, അത് അങ്ങോട്ട് മാറ്റി വെക്കാം. പ്രകാശ് വർമ്മയിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ തരുൺ മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്നതിന്റെ അപ്പുറം പുള്ളിയും ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പല ഇന്റർവ്യൂല് ശാന്തമി ആ ഡാൻസ് ഒക്കെ ചെയ്യാൻ പറയുന്ന സ്ഥലത്തൊക്കെ പുള്ളി നല്ല രീതിയിൽ അതിന്റെ ഒരു ഡാൻസും പുള്ളിക്ക് പറ്റും, പാട്ട് പുള്ളിക്ക് പറ്റും. അതെ, കോമഡി നല്ല രീതിയിൽ പറ്റുന്നുണ്ട്. ദേഷ്യത്തോടെ നിന്ന് കോമഡി പറയാണ്, വെള്ളക്കഴിവേറി അങ്ങനെയൊക്കെ പറയാം. അത് പാട്ടൊക്കെ ഓടി വാങ്ങണ അങ്ങനെയൊക്കെ പാടുന്ന ആ പാട്ട് മതി, എല്ലാരും ഇപ്പൊ അങ്ങനെ പാടിക്കൊണ്ട് നടക്കണേ. അങ്ങനെ അപ്പൊ എടാ ബെൻസെ എന്ന് വിളിക്കുന്നതിൽ തന്നെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ആ ക്യൂട്ട്നെസ്സോട് കൂടെ തന്നെ അതിലൊരു ദുരൂഹതയുണ്ട്. എടാ ബെൻസെ അതിന്റെ മാനറിസം, ഇപ്പൊ എടാ ബെൻസെ എന്ന് പറയുന്നതും എടാ ബെൻസെ എന്ന് പറയുന്നിടത്തും രണ്ട് മാനറിസം കൊണ്ടുവന്ന് വില്ലനാണ് ഞാൻ എന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. തുടക്കത്തില് തന്നെ സഹായിക്കുന്ന ഒരാളിൽ നിന്ന് അത് ലാലേട്ടന് ഒരു കൺഫ്യൂഷൻ ആയി അവസാനം. ഇയാള് നല്ലതാണോ ചീത്തയാണോ, ഇയാൾ എനിക്ക് എതിരെയാണോ, ഇയാൾ എന്റെ കൂടെയാണോ? ഒരു ക്യാരക്ടറിനെ അത്രയും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഡയറക്ടർ ഓഫ് കോഴ്സ് അതിന് പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ഡയറക്ടറിന്റെ കൂടെ ഒരു ആക്ടർ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ മാത്രമേ എപ്പോഴും ഒരു സിനിമ അല്ലെങ്കിൽ അതൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം ആയാലും എന്ത് തന്നെയായാലും ഒരു നമ്മള് കൂടെ നിൽക്കുന്ന ആൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ വളരെ നല്ലത്. അല്ലെ അതിൻ്റെ ഒരു ആക്കം അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ വീക്കായിട്ടുള്ള ഒരാളുമായിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ എത്രമാത്രം ഒരു ആർട്ടിസ്റ്റുമായിട്ട് ഇപ്പൊ നിങ്ങളുമായിട്ട് ചെയ്ത് ശീലിച്ചിട്ട് വേറൊരാളുമായിട്ട് ചെയ്തിട്ട് അവരെ പറഞ്ഞിട്ട് അവർ ഓക്കെ അല്ലെങ്കിൽ നമുക്കപ്പോ മനസ്സിലാവും അവരെത്ര നമുക്ക് തോന്നും. ഓഫ്കോഴ്സ് എല്ലാവർക്കും തോന്നും. അപ്പൊ നമ്മൾ പറയുന്നത് ഈ ക്യാരക്ടർ തരുൺമൂർത്തിയെ സംബന്ധിച്ചിടത്തോളം പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരു ന്യൂ ഫെയിമിന് കൊടുക്കുക എന്നുള്ളത് വെല്ലുവിളി ആയിരുന്നിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, പുള്ളിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം, ഇത് നന്നാവോ കാരണം പുള്ളി ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല, അറിയത്തില്ല പുള്ളി. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ക്യാരക്ടറിന്റെ അയാളുടെ ടാലന്റ് മനസ്സിലാകുകയാണ് ഒരു ഡയറക്ടർക്കെങ്കിൽ, മനസ്സിലാകണമെങ്കിൽ ഒരു ഷോട്ട് കഴിഞ്ഞാൽ മതി. അവിടെ അയാളുടെ ഫ്രഷ്നെസ് തീർന്നു. അപ്പൊ നമ്മൾ പറയും അയാൾ ന്യൂ ഫെയിം ആണ്, എനിക്കറിയില്ല, അഭിനയിക്കാൻ അറിയില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് അയാൾ ഒരു ഷോട്ടിൽ വന്ന് അയാൾ അഭിനയിച്ച് തീർന്ന് കട്ട് പറഞ്ഞാൽ പിന്നീട് അയാൾ ന്യൂ ഫെയിം ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അയാൾ ആ ഫ്ലോയിൽ പോകണം. ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആ ഒരു സാധനം അയാൾക്കുള്ളിൽ ഉണ്ടെങ്കിൽ. ഓഫ്കോഴ്സ് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആക്ടർക്ക് ആ ടാലന്റ് ഉണ്ട്. അദ്ദേഹം ഒരു ഡയറക്ടർ മാത്രമല്ല, അദ്ദേഹം ഒരു
ഞാനൊരു നടനാണെന്ന് എഴുതി നമുക്ക് സിഗ്നേച്ചർ ഇട്ട് തന്നു. ഇനി അദ്ദേഹത്തിന് കിട്ടേണ്ട വേഷങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഇനി എന്തോരം വേഷങ്ങൾ ചെയ്യാം കിടക്കണു, ഇനി എന്തോരം കിടക്കണു. എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ ഒന്നും പറയാനില്ല. പക്ഷെ താമസിച്ചു പോയി എന്നുള്ളൊരു സങ്കടം മാത്രമേ നമുക്കുള്ളൂ. ഇത്രയും നാളത്തെ പോലെ ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാം നല്ലത്. അല്ല, എന്നാലും ഇപ്പൊ കഴിഞ്ഞു പോയ പല സിനിമകളിലെയും നമ്മളെ നിരാശപ്പെടുത്തിയ വില്ലന്മാരുണ്ട്. അപ്പൊ അതിലൊക്കെ വേണമെങ്കിൽ റെപ്രസെന്റ് അല്ലെങ്കിൽ ഇതായിട്ട് ഇദ്ദേഹം വന്നിരുന്നെങ്കിൽ മികച്ചതായെന്ന് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി മുന്നേ വന്നിരുന്നെങ്കിൽ, കുറച്ചാളുടെ മുന്നേ വന്നിരുന്നെങ്കിൽ കുറച്ച് നല്ല വില്ലന്മാരെ നമുക്ക് കിട്ടിയാനെ. അല്ലെങ്കിൽ വില്ലന്മാരെന്ന് മാത്രം പറയാനുള്ള കുറച്ച് നല്ല ക്യാരക്ടേഴ്സിനെ നമുക്ക് കിട്ടിയാനെ. അപ്പൊ ഒരു ക്യാരക്ടർ ആക്ടറായിട്ടും ഭയങ്കര നല്ലൊരു അഭിനയം കാഴ്ചവെക്കാൻ പറ്റും. നല്ലൊരു അച്ഛൻ റോള് ചെയ്യാം. നല്ല അച്ഛനാണോ? അതെ, അല്ല മോളെ. അപ്പൊ നല്ല അച്ഛനായിട്ടും ചെയ്യാൻ പറ്റിയേനെ. അപ്പൊ ആ താമസിച്ചു പോയി എന്നുള്ളൊരു നിരാശ മാത്രമേ ഉള്ളൂ. ഇനി നല്ല നല്ല നമുക്ക് ആർട്സും വേണം. ഞാൻ നേരത്തെ പറഞ്ഞ നല്ല സിനിമ നിർത്തരുത്. നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി നമ്മള് അദ്ദേഹത്തിന് ഇനി ഒരിക്കലും അതിലൊന്നും മാറി നിൽക്കാൻ ആരും സമ്മതിക്കില്ല. ഇത്രയും ആഡ് ചെയ്യുന്ന ഒരാൾ, കാരണം ഈ ആഡ് കിട്ടിയ കമ്പനികൾക്കും അവരുടെ ഇനി നല്ല നല്ല ആഡുകൾ ഇദ്ദേഹത്തിന്റെ വേണം. അപ്പൊ നമ്മളും അത് തന്നെ പ്രതീക്ഷിക്കുന്നു. അതെ, നമുക്കും വേണം നല്ല നല്ല ആഡുകൾ, പറ്റുമെങ്കിൽ നല്ല നല്ല സിനിമകൾ, നല്ല ക്യാരക്ടർ റോൾസ്, നല്ല റോളുകൾ, നല്ല വില്ലൻ, എല്ലാം ഞങ്ങൾ എടുക്കും. അതായത് നല്ല ഫീൽ ഗുഡ് വില്ലൻ. അതെ, കാരണം ഞങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോയിന്റ് ഓഫ് വ്യൂ മാറി. അവരിപ്പോ എല്ലാം നോക്കും. അവർക്ക് നായകൻ ഇടിച്ചാൽ മാത്രം പോരാ, വില്ലനും നല്ലതായിരിക്കണം എന്നുള്ള ചിന്തകൾ. ആര് നന്നായി പെർഫോം ചെയ്യുന്നവരൊക്കെ പ്രേക്ഷകരെ ശ്രദ്ധിക്കും, അംഗീകരിക്കും, അവരൊക്കെ വാഴ്ത്തപ്പെടും. അതെ, അതുകൊണ്ടാണ് ഇപ്പൊ ഇദ്ദേഹം ഇത്രയും ചർച്ചാ വിഷയമായത്. അദ്ദേഹത്തിന്റെ അഭിനയം ആരുടെ ഇതൊന്ന് തോന്നിപ്പിക്കുന്ന രീതി ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ആഡുകൾ എപ്പോഴും നമ്മുടെ ഇടയിൽ നിലനിൽക്കും. അത്രയും നൊസ്റ്റാൾജിക്കായ ആഡുകൾ നമുക്ക് തന്നു. യൂട്യൂബിൽ ഇപ്പോഴും നമ്മൾ സെർച്ച് ചെയ്ത് കാണുന്നുണ്ട്. ഇനിയും നമ്മൾ അദ്ദേഹത്തിന്റെ നല്ല നല്ല ആഡ്സും നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു തരുൺ മൂർത്തി, നമുക്കിങ്ങനെ ഒരു നല്ല ആക്ടറിനെ തന്നതിന്. ആൻഡ് താങ്ക് യു സോ മച്ച് പ്രകാശ് വർമ്മ. അദ്ദേഹത്തിന് നമ്മൾ താങ്ക്സ് പറയണം. കാരണം ഈ ജോർജ് സാർ എന്ന് പറയുന്ന ക്യാരക്ടർ ഇനി ഒരു കുറേ ജനറേഷൻ പാടി നടക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. ഒരു ഹലോ ഒക്കെ ഞങ്ങൾക്ക് ഇപ്പോഴേ അത് തന്നെയാ, ഹലോ അങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും. അപ്പോൾ എല്ലാവരും സിനിമ കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു 10 മിനിറ്റത്തേക്കെങ്കിലും അദ്ദേഹത്തിന്റെ മാനറിസം മിമിക്രി ആവും, അദ്ദേഹത്തിന്റെ ഒരു ഇത് കൊണ്ടുവരും. അപ്പൊ അത്രയും നല്ലൊരു കഥാപാത്രം നമുക്ക് തന്നതിന്, പിന്നെ നല്ല നല്ല കുട്ടിക്കാലത്ത് നല്ല നല്ല ആസ്വദിക്കാൻ പറ്റിയ ആഡുകൾ ഞങ്ങൾക്ക് തന്നതിന്, ഇപ്പോഴും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആഡുകൾ തന്നതിന്, അപ്പോൾ എല്ലാത്തിനും താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇനിയും ഇതുപോലെ നല്ല നല്ല ആഡ്സ് ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ, നല്ല നല്ല ക്യാരക്ടേഴ്സിനെ ഞങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റട്ടെ. സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ സംവിധാന സംരംഭം അദ്ദേഹത്തിന്റെ അതിൽ കാണാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാത്തിനും കട്ട വെയിറ്റിംഗ് ആണ്. സോ ഈ ഒരു വിഷയം ഇന്ന് അദ്ദേഹത്തിനെ കുറിച്ച് ഈ ഒരു ടോപ്പിക് പറയാൻ പറ്റിയതിൽ ഭയങ്കര പ്രൗഡാണ്, സന്തോഷമുണ്ട്. കാരണം അത്രയും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നാന്ന് പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. നമ്മള് കിട്ടണ പണിയും കൊണ്ട് പോകണ്ട, നമ്മുടെ ഉള്ളിൽ ഇതുണ്ടെങ്കിൽ നമുക്കത് കഷ്ടപ്പെട്ടാൽ കിട്ടും എന്നൊക്കെ ഉള്ളതിനൊരു ഉദാഹരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ പോലുള്ളവർക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഒരുപാട്. അപ്പോൾ ഞങ്ങള് അതുകൊണ്ട് തന്നെ ഇന്ന് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ആ വ്യക്തിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയതിലും അദ്ദേഹത്തിന്റെ കുറെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയെന്നുള്ളതാണ്. ഒരുപാടുണ്ട് അദ്ദേഹത്തിന്റെ ആഡിന്റെ കാര്യങ്ങളൊക്കെ, എപ്പിസോഡൊന്നും തീരത്തില്ല. സോ അപ്പോൾ എല്ലാ സന്തോഷത്തോടെയും ഞങ്ങൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.